ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ സച്ചി ശ്രീകാന്തിനോട് പറയേണ്ടടാ, നിനക്ക് അപാരം കൈപ്പൂണിയാണ്, നീ വെക്കണ ഭക്ഷണത്തിനൊക്കെ ഒരുപാട് ടേസ്റ്റ് ആണെന്നൊക്കെ പറയണ്ടേ ശ്രീകാന്ത് ഉണ്ടാക്കണ കറിയൊക്കെ സ്വാദം നോക്കിയിട്ട്. പിന്നെ കാണിക്കണം നമ്മുടെ സുധീയുടെ കടയിൽ ഒരാൾ വന്നിട്ട് അവൻ്റെ കയ്യിൽ ഒരു കത്ത് കൊടുക്കുന്നുണ്ട്. ആ കത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ കൂടെ ഉള്ള ആൾ തന്നെ നിങ്ങൾക്ക് അപകടമാണെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ആ സമയത്ത് ശ്രുതി വന്നിട്ട് എന്താ സുധിയെ നീ നോക്കിക്കൊണ്ടിരിക്കുന്നത്, പെട്ടെന്ന് അവൻ ഞെട്ടുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, സുധിയോട് പറയുന്നുണ്ട്, എനിക്ക് പേടിയാവുന്നുണ്ട്, എനിക്കൊരു വാണിങ് തന്നിരിക്കുകയാണ്, എനിക്ക് എന്തോ ഒരു അപകടം സൂചന വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, ഒരു അപകടം മണക്കുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ശ്രുതി മീരയും കൂടിയും പറയുന്നുണ്ട്, നീ പേടിക്കാതിരിക്കുക സുധി, നമുക്ക് നോക്കാം എന്താ അതിൻ്റെ പിന്നിൽ നോക്കാം, നീ വിഷമിക്കാതിരിക്കുക എന്ന് പറയുന്നുണ്ട്. എന്തായാലും ശ്രുതിക്ക് മനസ്സിലാവേണ്ടത് അവൾക്ക് ഇട്ട് പാരയാണ് നവീൻ പണിയണത് എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി പുതിയ കാറൊക്കെ ആയിട്ട് വരുന്നുണ്ട്, രണ്ടാമത്തെ കാറൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് അച്ഛമ്മ പറയുന്നുണ്ട്, ആ സച്ചി പുതിയ കാറ് മേടിച്ചല്ലോ എന്ന് പറയുന്നത്. ആ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, ഇത് പുതിയ കാറൊന്നും അല്ലല്ലോ, പഴയ കാറല്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട്, പുതിയ കാറോ പഴയ കാറോ, സച്ചിയായിട്ട് ഒരുപാട് കാറ് വാങ്ങിയിട്ട് ഒരു ട്രാവൽ ഏജൻസിയൊക്കെ തുടങ്ങട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ കുര വരുന്ന പോലെ അഭിനയിക്കുന്നുണ്ട്, കുരയ്ക്കണ പോലെ അഭിനയിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സച്ചി ചോദിക്കേണ്ട, അച്ഛമ്മേ കുരയുടെ മരുന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് എടുത്ത് കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അച്ഛമ്മ പറയുന്നുണ്ട്, നിൻ്റെ അമ്മയ്ക്ക് ഒരു കുരയുടെ മരുന്നൊന്നും പോരാ, ഇതിന് നിന്ന് അതിന് തന്നെ നേരം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പിന്നെ നമ്മുടെ അച്ഛമ്മ പറയുന്നുണ്ട്, നീ 2 അല്ല 4 അല്ല 6 അല്ല 8 അല്ല 10 കാറും കുറേ വാങ്ങിയിട്ട് നീ നന്നായി സന്തോഷമായിട്ട് കഴിയും സച്ചിയെ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രവി പറയുന്നുണ്ട്, എങ്ങനെയാണ് അമ്മ അവൻ തോനെ കാറ് വാങ്ങാതിരിക്കാൻ, അവൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ രേവതിയല്ലേ, അവൻ്റെ എല്ലാ ഐശ്വര്യവും രേവതിയാണ്, അവൻ 10 അല്ല 20 അല്ല അവൻ ഒരുപാട് കാറ് വാങ്ങിയിട്ട് അവൻ സുഖമായിട്ട് ഇരിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്രയ്ക്കാണെങ്കിൽ വല്ലാത്ത അസൂയം വരുന്നുണ്ട്. എന്തായാലും നമ്മുടെ രവി പറയുന്നുണ്ട്, രേവതിയോട് പറയുന്നുണ്ട്, ചാവി എടുത്ത് സച്ചിക്ക് കൊടുക്കും മോളെ, അവൻ കാർ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. രേവതി ഐശ്വര്യത്തോട് കൂടിയിട്ട് അവളുടെ ചാവി സച്ചിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. സച്ചിക്കാണെങ്കിൽ രേവതി തരുമ്പോൾ വല്ലാത്ത സന്തോഷത്തോട് കൂടിയിട്ട് ചാവി വാങ്ങുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.